Now we can check another portion, that is detection, identification and separation of isotopes. What are isotopes? Isotopes are atoms of different element having same atomic number but different mass number. We already learned about the isotopes of hydrogen like protium, deuterium, tritium, etc. So that are isotopes. Today we are going to study about their detection, identification and separation. So first we want to deal with Austin's mass spectrograph. Austin's mass spectrograph. The device was developed by F.W. Austin in 1919. F.W. Austin in 1919. And the instrument is used to study positive rays. Positive rays means positively charged rays, and also to study isotopes. So the Austin's mass spectroscope was developed by F.W. Austin and is used to study positive rays as well as isotopes. And the underlying principle of this spectrograph is that by adjusting an electric and magnetic field, we can arrange that the rays having same E by M ratio to focus on same point on a photographic plate. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വരുന്ന പോസിറ്റീവ് റേസിന് ഒരേ ഇ ബൈ എം ഉള്ളവരെയെല്ലാം ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റും ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ആസ്റ്റൺസ് മാസ് സ്പെക്ട്രോഗ്രാഫിൻ്റെ പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് ബൈ അഡ്ജസ്റ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദ റേസ് ഹാവിംഗ് സെയിം ഇ ബൈ എം. ഇ ബൈ എം മീൻസ് ചാർജ് ടു മാസ് റേഷ്യോ can be focused on same point on a photographic plate. That is the principle. Now let us check the diagram, that is the Austin's mass spectrograph. Here we can see, here through this hole we can supply gas, that is whatever we want to study, whatever the element we want to study, we can pass through this hole. So that can reach here. So this is the discharge tube. Okay, that is the gas is taken in a discharge tube that contain an anode and cathode, that is positive and negative electrodes are there. So we can apply electric field. നമുക്ക് ആവശ്യത്തിനുള്ള ഇലക്ട്രിക് ഫീൽഡ് ഹൈ വോൾട്ടേജ് ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഹിയർ ഇസ് ദ കാഥോഡ് ആൻഡ് വി ഹാവ് two slits S1 and S2, that is to obtain narrow beams. So narrow beam കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് സ്ലിറ്റ് ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ഇലക്ട്രിക് ഫീൽഡ്സ് E1 E2 represents the electric fields. ആൻഡ് ഹിയർ ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്. ആൻഡ് ഹിയർ ഈസ് എ ഡയഫ്രം ടു ഒപ്റ്റെയിൻ നാരോ ബീം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. So that is the experimental setup of Austin's mass spectrograph. Okay, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റഡി ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വി വാണ്ട് ടു പാസ് ദ ഗ്യാസ് ത്രൂ ദിസ് ഹോൾ. അപ്പോൾ നമ്മൾ ഏത് എലമെൻ്റ് ആണോ സ്റ്റഡി ചെയ്യേണ്ടത് അതിൻ്റെ ഗ്യാഷ്യസ് ഫോമിനെ നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിലെടുക്കും. Now we are applying a high voltage. ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ what will happen? This gas will produce positive rays. ആ ഗ്യാസ് എന്തായി പോസിറ്റീവ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ പോസിറ്റീവായ ഒരാൾ എപ്പോഴും എന്താ ചെയ്യും? കാഥോഡിന് നേരെ മൂവ് ചെയ്യും അല്ലേ? ഇവിടെ പ്ലസ് ആനോഡാണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് റേസ് വിൽ മൂവ് ടുവേർഡ്സ് ദി കാഥോഡ് ആൻഡ് ഇറ്റ് വിൽ പാസ് ത്രൂ ദ നാരോ ഹോൾ ഇൻ ദ കാഥോഡ്. ഈ കാഥോഡിൻ്റെ ഇവിടെ ഒരു നാരോ ഹോൾ ഉണ്ട്. സോ ദ പോസിറ്റീവ് റേസ് വിൽ പാസ് ത്രൂ ദി നാരോ ഹോൾ, ദെൻ ത്രൂ ദ സ്ലിറ്റ്സ് S1 ആൻഡ് S1 S2 സ്ലിറ്റ്സിലൂടെ പോയിട്ട് ദെൻ ദേ റീച്ച് അറ്റ് ഇലക്ട്രിക് ഫീൽഡ് E1 ആൻഡ് E2. ഇവിടെ വരുമ്പോൾ ആ പോസിറ്റീവ് റേസ് വിൽ സ്പ്ലിറ്റ്, ദേ വിൽ ബ്രോഡൻ ബേസ്ഡ് ഓൺ ദെയർ മാസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് പോസിറ്റീവ് റേസ് ഉണ്ട്. അപ്പം മാസിനനുസരിച്ചിട്ട് അവരുടെ വെലോസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ദെയർ മൂവ്മെൻറ്റ് മേ വേരി. സോ യു വിൽ ഗെറ്റ് എ ബാൻഡ്. സോ ആ നാരോ ബീം എന്ത് ചെയ്യും? ദേ വിൽ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ ഇവിടെ വരുന്നത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ദെൻ ദ സ്പ്രെഡ് ഔട്ട് പോസിറ്റീവ് റേസ് വിൽ പാസ് ത്രൂ ദ ഡയഫ്രം ഹോൾ ഇൻ എ ഡയഫ്രം. ഒരു ഡയഫ്രത്തിലുള്ള ഈ ഹോളിലൂടെ ദെൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തിക്കും. ദെൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഒക്കർ ഇൻ ദി സെയിം പ്ലെയിൻ. ഇവിടുന്ന് വന്ന അതേ പ്ലെയിനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിൽ. ആൻഡ് ഓൾസോ
സെയിം E/M ആയിട്ടുള്ള എല്ലാ പോസിറ്റീവ് റേസും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കൂട്ടം പോസിറ്റീവ് റേസിന് ഒരു E/M ഒരു സെയിം ആണെങ്കിൽ അവരെല്ലാം ഇവിടെ ഒരു സ്പോട്ട് തരും. ദെൻ അടുത്ത റേസിന് വേറെ ആണെങ്കിൽ അവർ അടുത്ത സ്ഥലത്തൊരു സ്പോട്ട് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഐസോടോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്പോട്ട്സ് കിട്ടും അല്ലേ? കാരണം ഐസോടോപ്സിൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ് നമുക്കറിയാം. സോ വി ഹാവ് ഡിഫറെൻറ്റ് സ്പോട്ട്സ് കിട്ടും. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സച്ച് എ വേ that is the rays having same E/M must be focused on the same point in the photographic plate. So that is the experimental setup of Austin's mass spectrograph. That is, we are taking gas here. So by applying high voltage, the gas will produce positive rays. The positive rays will move towards the cathode and pass through the narrow hole, then through slits S1 and S2, and here we have the electric field. So in that electric field, the positive rays having different velocities because of their difference in mass. Since they pass through a diaphragm having a hole, then directed towards the magnetic field. Then we want to adjust the magnetic field such that the rays bend back towards their position, previous plane. They will bend. Here the rays will bend back to their previous plane. ആദ്യം വന്ന പ്ലെയിനിലേക്ക് തന്നെ ഇവരെ നമ്മൾ ബെൻഡ് ചെയ്യിക്കും. ആൻഡ് സോ ദ അയോൺസ് ഹാവിങ് സെയിം E/M. The ions having same E/M are focused at the same point on a photographic plate. അപ്പോൾ നമുക്കൊരു ഗ്യാഷ്യസ് മിക്സ്ചർ എടുത്തിട്ട് ഒരു പോയിൻ്റേ നമുക്ക് കിട്ടിയുള്ളെങ്കിൽ മനസ്സിലാക്കാം ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ഐസോട്ടോപ്പ്. ഓക്കെ, ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്പോട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ്. അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ബൈ യൂസിങ് ദിസ് ആസ്റ്റൺ മാസ് സ്പെക്ട്രോസ്കോപ്പ് വി ക്യാൻ ഡിറ്റക്റ്റ് ആൻഡ് ഓൾസോ വി ക്യാൻ ഐഡൻറ്റിഫൈ. അതൊക്കെ ചെയ്യാം, ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ബേസിക് തിങ്സ് അബൌട്ട് ആസ്റ്റൺസ് മാസ് സ്പെക്ട്രോഗ്രാഫ്. So in order to study an element or isotope, we want to develop the photographic plate. So that developed photographic plate is called as mass spectrum. Develop ചെയ്ത photographic plate നെ നമുക്ക് mass spectrum എന്ന് പറയാം. So that contains a series of spots or lines. നമ്മൾ ആ പ്ലേറ്റ് എടുത്ത് കണ്ടാൽ നമുക്ക് കുറേ സ്പോട്ടുകൾ കാണാം, അല്ലെങ്കിൽ ഓരോ ലൈനുകളൊക്കെ ആയിട്ട് കാണാം. So it contains series of spots or lines. So each spot or each line represents different isotopes, that is having different positive rays having same E/M. അപ്പോൾ ഒരേ E/M ഉള്ളവരെല്ലാം ഒരു സ്പോട്ട് തരും, ഡിഫറെൻറ്റ് E/M ഉള്ളവർ ഡിഫറെൻറ്റ് സ്പോട്ട്സ് തരും. സോ ദാറ്റ് ഫ്രം ദ സ്പോട്ട്സ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദി ഐസോട്ടോപ്സ്. Then mass spectrum develop ചെയ്താൽ the position of the spot indicates masses of isotope. പൊസിഷൻ നമുക്ക് മാസ് സ്പെക്ട്രം ഡെവലപ്പ് ചെയ്താൽ ആ പൊസിഷൻ നോക്കിയാൽ അതിൻ്റെ മാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ റെഫറൻസ് ഉണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അതാണ് തരിക. അപ്പോൾ നമുക്ക് അത് ഏത് മാസ് ഐസോട്ടോപ്പിൻ്റെ മാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്രം ദ ഇൻറ്റൻസിറ്റീസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദി അബണ്ടൻസ്. അബണ്ടൻസ് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഒരേപോലെയുള്ളവർ കുറേ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ആ കിട്ടുന്ന സ്പോട്ട് വളരെ ബ്രൈറ്റ് ആയിട്ട് നല്ല ഇൻറ്റൻസ് ആയിട്ട് കാണും അല്ലേ? സോ ദ ഇൻറ്റൻസിറ്റീസ് റെപ്രസെൻറ്റ്സ് അബണ്ടൻസ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ദാറ്റ് ഈസ് ഈച്ച് ലൈൻ ഓർ ഈച്ച് സ്പോട്ട് റെപ്രസെൻറ്റ്സ് ഈച്ച് ഐസോട്ടോപ്പ് ആൻഡ് ദ പൊസിഷൻ ഇൻഡിക്കേറ്റ്സ് മാസസ് ആൻഡ് ദ ഇൻറ്റൻസിറ്റീസ് ഇൻഡിക്കേറ്റ്സ് അബണ്ടൻസ്. ആൻഡ് നിയോണിൻ്റെ നമ്മൾ ഈ ആസ്റ്റൺ മാസ് സ്പെക്ട്രോസ്കോപ്പി ഇട്ടപ്പോൾ നമുക്ക് രണ്ട് സ്പോട്ട് കിട്ടി. ദാറ്റ് ഈസ് മാസസ് കറസ്പോണ്ടിങ് ടു 20 and 22. അപ്പോൾ 2 സ്പോട്ട്സാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദ ഇൻറ്റൻസിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ ദാറ്റ് ഈസ് സോ 9:1, അതായത് 9% 20, ദാറ്റ് ഈസ് 9:1 എന്നുള്ള റേഷ്യോയിലാണ് ഈ നിയോണിൻ്റെ ഐസോട്ടോപ്പ് ഓക്കുപ്പൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ സോ നമുക്ക് വി ക്യാൻ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ദാറ്റ് ഈസ് ബൈ യൂസിങ് ദിസ് ആസ്റ്റൺസ് സ്പെക്ട്രോഗ്രാഫ്. Okay, so we can identify and detect isotopes using Austin spectroscope. But the separation is not possible. നമുക്ക് അവിടുന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? So we have different techniques. So that is separation of isotopes. And there are 2 important techniques, gaseous diffusion method and thermal diffusion method. ഈ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐസോടോപ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. So the first one is the gaseous diffusion method. So that is based on Graham's law of diffusion. എന്താ ഡിഫ്യൂസ് ചെയ്യുക പറഞ്ഞാൽ,
ഒരു ഫേസിൽ നിന്ന് ഒരു പോർഷനിൽ നിന്ന് വേറൊരു പോർഷനിലേക്ക് ഒരു പോറസ് മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ ഒരു മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ, rate of diffusion R is inversely proportional to square root of density or proportional to 1 by root d. D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. സോ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, എത്ര റേറ്റിൽ എത്ര സ്പീഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്, that is inversely proportional to square root of density or directly proportional to 1 by root d, where d is density. നമുക്കറിയാം density is equal to mass by volume ആണ് അല്ലേ? സോ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പോൾ നമുക്ക് ഈ ഡി എ മാറ്റിയിട്ട് അവിടെ എം എന്നെഴുതാം. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ്. അതിനർത്ഥം എന്താണ്? മാസ് കൂടിയ ആളുകൾ മെല്ലെ ഡിഫ്യൂസ് ചെയ്യുള്ളൂ അല്ലേ? ആസ് ദ മാസ് ഈസ് ഹൈ, ഡിഫ്യൂഷൻ ഈസ് ലോ. ഓർ ദ ലൈറ്റർ ന്യൂക്ലിയേറ്റ് സെൽ, ലൈറ്റർ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യും? നന്നായിട്ട് ഡിഫ്യൂസ് ചെയ്യും. That means the lighter gas diffuse more quickly. ലൈറ്റർ ആയിട്ടുള്ള ഗ്യാസ് എല്ലാം നന്നായി പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യും. സോ അതാണ് നമ്മൾ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ്, നമ്മൾ സെപ്പറേഷൻ യൂസ് ചെയ്യുന്ന ഈ ടെക്നിക്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ആൻഡ് ദിസ് മെത്തേഡ്, ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ്, വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ജി ഹേർട്സ് ഇൻ 1932. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഐസോടോപ്സിനെ സെപ്പറേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ജി ഹേർട്സ് ഇൻ 1932. ഇനി നമുക്ക് എന്താണ് ആ പ്രോസസ്സ് നോക്കാം. സോ അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇൻ ദിസ് ടെക്നിക് എ ഗ്യാഷ്യസ് മിക്സ്ചർ, നമുക്ക് ഗ്യാഷ്യസ് മിക്സ്ചർ ആണല്ലേ, ഡിഫറെൻറ്റ് ഐസോടോപ്പുള്ള ഗ്യാഷ്യസ് മിക്സ്ചർ ഈസ് ടേക്കൺ ഇൻ ടു ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കും. സോ ദാറ്റ് കണ്ടെയ്ൻസ് എ പോറസ് ബാരിയർ. ഇതൊരു പോറസ് ബാരിയർ ആണ്. സോ ഇവിടെ നിന്ന് ഈ മിക്സ്ചർ എന്ത് ചെയ്യും? ഈ പോറസ് ബാരിയറിലൂടെ ഇവിടേക്ക് എത്തും. ആൻഡ് ദിസ് ഈസ് ആൻ ഇവാക്വേറ്റഡ് ചേംബർ. ഇത് ഇവാക്വേറ്റ് ചെയ്തൊരു ചേംബറാണ്. സോ ഇവിടെ നിന്ന് എലമെൻറ്റ്സ് ഇതിലൂടെ ഡിഫ്യൂസ് ചെയ്ത് ഇവിടേക്ക് എത്തും. അപ്പോൾ നമ്മൾ മിക്സ്ചറാണ് എടുക്കുന്നത്. ദ ലൈറ്റർ എലമെൻറ്റ്സ് വിൽ ഡിഫ്യൂസ് മോർ ക്വിക്ക്ലി. പെട്ടെന്ന് ലൈറ്ററായ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും അല്ലേ? അപ്പം തന്നെ നമുക്കൊരു പാർഷ്യൽ സെപ്പറേഷൻ ഇവിടെ നിന്നു. അപ്പോൾ ഹെവിയർ ആയ ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കും, ലൈറ്റർ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് വരും. സോ എ പാർഷ്യൽ സെപ്പറേഷൻ ഒക്കേഴ്സ് ഹിയർ. Okay, and a complete separation is can be obtained by a cascade system. അതായത് അറ്റാച്ച് ചെയ്ത് ഒരു സീരീസ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് സെപ്പറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എഫക്റ്റീവ് ആയിരിക്കില്ല, കാരണം ലൈറ്റർ പാർട്ടിക്കിൾ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ ഹെവിയർ പാർട്ടിക്കിൾസ് കൂടി ഡിഫ്യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ നല്ലൊരു സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു കാസ്കേഡ് സിസ്റ്റമാണ്, ഒരു സീരീസാണ് യൂസ് ചെയ്യുന്നത്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിവിടെ നിന്ന് നോക്കൂ, ഇത്രയും ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് പേരെ ഇങ്ങോട്ട് ബാക്ക് ഈ സിസ്റ്റത്തിലേക്ക് തന്നെ കൊടുക്കും. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത ഹാഫായ ആൾക്കാരെ മാത്രമേ അടുത്തതിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ഇതിന്നൊരു ഹാഫിനെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കടത്തിവിടും. റെസ്റ്റ് ഈസ് that is directed towards the previous സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ലൈറ്റർ ആയിരിക്കുമല്ലോ ഇവിടെ കൂടുതൽ, കാരണം ഇവിടേക്ക് ആൾറെഡി വന്നത് ലൈറ്ററാണ്. അവരിങ്ങോട്ടേക്ക് വന്നു. ആ ലൈറ്ററിലെ ഹാഫിനെ മാത്രമേ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ വീണ്ടും ഈ പ്രീവിയസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വീണ്ടും ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, ഇനി ഇവിടെ കുറച്ചുകൂടി ലൈറ്ററാവും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അവർ നേരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഈ സിസ്റ്റത്തിൽ വച്ചപ്പോൾ അവിടുന്ന് ഹാഫ് പോർഷനെ വീണ്ടും ഈ പ്രീവിയസ് സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ല സിസ്റ്റം ഇവിടെ കിട്ടിയില്ലേ? ദെൻ ഇവിടെ നിന്ന് വന്ന ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അവരെ വീണ്ടും നമ്മൾ പ്രീവിയസ് സ്റ്റേജിലേക്ക് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, പമ്പ് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. സോ അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഹാഫ് പോർഷനെ മാത്രം നമ്മളിങ്ങനെ മുന്നിലേക്ക് വിടും, ബാക്കി ഹാഫ് പോർഷനെ നമുക്ക് പിന്നിലേക്ക് വിട്ടിട്ട് വീണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ? സോ അറ്റ് എൻഡ് എപ്പോഴും ലൈറ്റർ ഐസോട്ടോപ്പായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ദിസ് എൻഡ് ഹെവിയർ ആയിരിക്കും. സോ ദ സെപ്പറേഷൻ ഈസ് പോസിബിൾ ത്രൂ എ കാസ്കേഡ് സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ
എന്താ പറയുന്നത്, ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ഗ്യാഷ്യസ് മിക്സ്ചറിനെ ഇങ്ങനെ പാസ് ചെയ്തു, അതിൽ ദാറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പോറസ് മെംബ്രെയിൻ and we used a cascade system for effective separation. Here only 1/2 of the diffusate at any stage, diffusate എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് ചെയ്ത പോർഷൻ, 1/2 of the diffusate at any stage is allowed to pass through the next stage. 1/2 മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അലോ ചെയ്യുന്നുള്ളൂ. ദ റെസ്റ്റ് ഹാഫിനെ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് റിട്ടേൺ ടു ദി പ്രീവിയസ് സ്റ്റേജ്. അങ്ങനെ കുറേ ഒരു സൈക്കിളായിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൻ എഫക്റ്റീവ് separation. And you know the neon 20 and neon 22 and protium and deuterium, H1 and H2 are separated by Hertz using this technique, and he used about 50 stage system. അങ്ങനെ ഇങ്ങനത്തെ 50 കമ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ അവിടെ പോസിബിൾ ആയത്. അപ്പോൾ ഇവിടെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫ്യൂഷനെ ബേസ് ചെയ്ത്. അപ്പോൾ മാസ് കുറഞ്ഞ ഐസോട്ടോപ്പ് നമുക്ക് ഇവിടെ കിട്ടും, മാസ് കൂടിയ ആളേനെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ എൻറിച്ച്ഡ് വിത്ത് ലൈറ്റർ ഐസോട്ടോപ്പ് ആൻഡ് ഹിയർ enriched with a heavier isotope ആയിരിക്കും. So the separation is possible. So ഇവിടെ പ്രത്യേകം പറഞ്ഞു gaseous mixture ആണ് അല്ലേ, but we can use it for the conversion is the separation of uranium 235 and 238. As we know these are solids, uranium 235 uranium 238 ഒക്കെ അല്ലേ. സോ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ we want to convert it into volatile compounds. നമ്മൾ ഇവരെ volatile compounds ആക്കി മാറ്റുക, അതായത് UF6 ഫ്ലൂറൈഡ്സ് ആക്കി മാറ്റുക, യുറേനിയത്തിൻ്റെ ഫ്ലൂറൈഡ് ആക്കുക. സോ ദിസ് ഈസ് വോളറ്റൈൽ, ഇതൊരു ഗ്യാഷ്യസ് മിക്സ്ചറാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പാർട്ട്മെൻറ്റിലിടുക. അപ്പോൾ നമുക്ക് UF6 എന്ന് പറഞ്ഞാൽ U235 F6 ഉണ്ടായിരിക്കും, U238 F6 ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റർ ആയിട്ടുള്ള ആളേനെ ഇവിടെ കളക്ട് ചെയ്യാം, ഹെവിയർ ആയ ആളെ ഇവിടെ കളക്ട് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് ഡീഫ്ലൂറിനേഷൻ ചെയ്താൽ ഫ്ലൂറിൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് യുറേനിയം 235 238 നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാം. So that is about the separation through gaseous diffusion process, that is based on Graham's diffusion. Okay, മാസ് കൂടിയ ആള് മെല്ലെയാണ് ഡിഫ്യൂസ് ചെയ്യുള്ളൂ, മാസ് കുറഞ്ഞ എലമെൻറ്റ്സ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. Next method is thermal diffusion method, and this thermal diffusion method is based on the theory of thermal diffusion proposed by Enskog and Chapman in 1919. And according to this theory, when a temperature gradient is applied, the lighter molecule will move towards high temperature region, whereas heavier ones in the lower temperature region. നമ്മളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം ഒരു സിസ്റ്റം, അത്തരം ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ മിക്സ്ചർ ഓഫ് ഗ്യാസസിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലൈറ്റർ മോളിക്യൂൾസ് ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ അക്കുമുലേറ്റ് ചെയ്യും, ഹെവിയർ വൺസ് അറ്റ് ദി ലോവർ ടെമ്പറേച്ചർ റീജിയൻ. അതാണ് തിയറി ഓഫ് തെർമൽ ഡിഫ്യൂഷൻ. സോ ഇയർ നമ്മൾ എന്താ ചെയ്യുന്നത്, യൂസിങ് ദിസ് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ്, ദിസ് തിയറി ഈസ് യൂസ്ഡ് ഫോർ ദി തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഐസോട്ടോപ്സ്. ആൻഡ് ഹിയർ ഈസ് ദ അപ്പാരറ്റസ്, ദാറ്റ് ഈസ് ദ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ തെർമൽ ഡിഫ്യൂഷൻ അപ്പാരറ്റസ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോങ് വെർട്ടിക്കൽ കോളം, ഒരു വലിയൊരു വെർട്ടിക്കൽ കോളം ഉണ്ട്. ആൻഡ് അറ്റ് ദ സെൻറ്റർ ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രീ ഹീറ്റഡ് പ്ലാറ്റിനം വയർ. ഈ സെൻറ്ററിൽ കാണുന്നത് ഒരു പ്ലാറ്റിനം വയറാണ്, ഹീറ്റഡ് പ്ലാറ്റിനം വയർ. ഓക്കെ, ആൻഡ് വി ഹാവ് എ വാട്ടർ സപ്ലൈ. ഈ കോളത്തിൻ്റെ പുറത്തു ഭാഗത്തായിട്ട് എക്സ്റ്റീരിയർ ആയിട്ട് കോൾഡ് വാട്ടർ സപ്ലൈ നമ്മൾ കൊടുക്കും, അതായത് ഇതിലൂടെ വാട്ടർ ഇങ്ങനെ പാസ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇതൊരു ലോങ് കോളമാണ്, അത് വലിയൊരു കോളമാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ പോർഷനാക്കി കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ, അല്ലാതെ ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ലോങ് വെർട്ടിക്കൽ കോളം. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ മിക്സിങ് വി ആർ ടേക്കിംഗ് ദിസ് ഗ്യാഷ്യസ് മിക്സ്ചർ ഹിയർ. നമ്മളിവിടെ ഗ്യാഷ്യസ് മിക്സ്ചർ നമ്മളിങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഹീറ്റ് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം വയറാണ്. ഈ ഗ്ലാസിൻ്റെ സർഫസിലൂടെ വാട്ടർ ഇങ്ങനെ കോൾഡ് വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സർഫസ് കോൾഡ് ടെമ്പറേച്ചർ കുറവായിരിക്കും, ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മിക്സ്ചറിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദ ലൈറ്റർ എലമെൻറ്റ്സ് വിൽ അക്യുമുലേറ്റ് ഓൺ ദി സറൗണ്ട്സ് ദി നിയർ ദി പ്ലാറ്റിനം വയർ. ഈ ലൈറ്റർ ആയിട്ടുള്ളവരെല്ലാവരും ഈ പ്ലാറ്റിനം വയറിൻ്റെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ദ ഹെവിയർ വൺസ് ഓൺ ദി ദാറ്റ് ഈസ് വാൾസ്, ഈ കോളത്തിൻ്റെ വാൾസ്, കാരണം ഇവിടെയല്ലേ കോൾഡ് ടെമ്പറേച്ചർ ഉള്ളത്. സോ ദ ഹെവിയർ വൺസ് വിൽ അക്യുമുലേറ്റഡ് ഓവർ ദി വാൾസ് ഓഫ് ദി
ട്യൂബ്, ആ ട്യൂബിൻ്റെ വാൾസിലാണ് ഹെവി. അപ്പോൾ ലൈറ്റർ വൺസ് എല്ലാം ഈ പ്ലാറ്റിനത്തിൻ്റെ ചുറ്റും അക്യുമുലേറ്റ് ചെയ്യും, ഹെവിയർ ആയിട്ടുള്ള മോളിക്യൂൾസ് എല്ലാം ഈ കോൾഡ് റീജിയനിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഒരു ഡിഫറൻസ് അവിടെ വന്നു, സെപ്പറേഷൻ വന്നു. എന്നാൽ ഹിയർ ദർ ഇസ് എ തെർമൽ കൺവെൻഷൻ കറണ്ട്. ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് തെർമൽ കൺവെക്ഷൻ കറൻറ്റ്, ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് കറൻറ്റ് വിൽ ക്യാരി ദ ലൈറ്റർ മോളിക്യൂൾസ് അപ്വാർഡ്. ആ കറൻറ്റാണ് ലൈറ്റർ മോളിക്യൂൾസിനെ മൊത്തം അപ്വാർഡിലേക്ക് മൂവ് ചെയ്യിക്കും. ആൻഡ് ദ ഹെവിയർ വൺസ് ടു ബോട്ടം, താഴത്തേക്ക് ഇതിലെ ടോപ്പിലേക്കും മറ്റേ ഹെവിയർ വണ്ണിനെ എല്ലാവരും ബോട്ടം ഭാഗത്തേക്കും കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ദ റൊക്കേഴ്സ് സെപ്പറേഷൻ. സോ വി ക്യാൻ സീ ദ ലൈറ്റർ പാർട്ടിക്കിൾസ് വിൽ ഹിയർ, സോ വി ക്യാൻ കളക്ട് ഹിയർ ആൻഡ് ദ ഹെവിയർ വൺസ് ക്യാൻ കളക്ട് ഫ്രം ഹിയർ. ഓക്കെ, സോ ഹിയർ ദ മെത്തേഡ് ഈസ് തെർമൽ ഡിഫ്യൂഷൻ. നമ്മളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് അപ്ലൈ ചെയ്തു അല്ലേ, ഇവിടെ ഹോട്ടാണ്, ഇവിടെ കോൾഡാണ്. ഓക്കെ, അപ്പോൾ മിക്സ്ചർ എടുക്കുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു റീജിയനിൽ അക്യുമുലേറ്റ് ചെയ്യും, ഹെവിയർ വൺസ് ഓൺ ദി വാൾസ്. ദെൻ ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വരുമ്പോൾ ദ റിക്വേഴ്സ് എ തെർമൽ കൺവെക്ഷൻ കറൻറ്റ്, ഒരു കറൻറ്റ് ഉണ്ടായിരിക്കും. ആ കറൻറ്റാണ് ലൈറ്റർ പാർട്ടിക്കിൾസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആൻഡ് ദ ലൈറ്റർ ടു ദി ബോട്ടം. അപ്പോൾ ലൈറ്റർ ഹെവിയർ ടു ദി ബോട്ടം, ഹെവിയർ എലമെൻറ്റ്സ് ബോട്ടം. സോ ലൈറ്ററിനെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം, ഹെവിയർ ഐസോട്ടോപ്സിനെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. ആൻഡ് ക്ലോഷ്യസ് ആൻഡ് ഡ്യുക്കൽ പെർഫോം ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ 1932 ഫോർ ദ സെപ്പറേഷൻ ഓഫ് നിയോൺ, ഐസോട്ടോപ്സ് ഓഫ് നിയോൺ ആൻഡ് ക്ലോറിൻ അറ്റ് എ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഓഫ് 600 degrees Celsius. Okay, nowadays this method is used for the separation of isotopes of oxygen, nitrogen, argon, krypton, xenon, various isotopic separation നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ്. ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഗ്യാഷ്യസ് മോളിക്യൂൾസിനെ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു പോറസ് മെംബ്രെയിനിലൂടെ കടത്തി വിട്ടിട്ട് സെപ്പറേഷൻ ഉണ്ടാക്കുന്നു. ഇവിടെ ടെമ്പറേച്ചർ കൊടുത്തിട്ട് സെപ്പറേഷൻ നടത്തുന്നു. ഓക്കെ, സോ ടുഡേ വി ലേൺ അബൌട്ട് ഐഡൻറ്റിഫിക്കേഷൻ. That is identification and detection by Austin spectrograph. And the basic thing is by adjusting electric and magnetic field we can spot the rays having same E by M to a same spot. Okay, then by separation, first by the gaseous diffusion method and the second by the thermal diffusion method.